കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എന്തിട്ട് പരിപാടി മക്കളെ. അങ്ങനെ രാവിലെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി എടുത്ത് വെച്ചു. അങ്ങനെ ഇവിടുത്തെ ദീദി ആളും കൂടിയിട്ട് നമുക്ക് ചായ കൊടുക്കുന്നുണ്ട്. നമുക്ക് ചായ കുടിച്ചിട്ട് തുടങ്ങാം. ആദ്യം തന്നെ രാവിലത്തെ പരിപാടി ചായ എന്തോ സാധനമൊക്കെ ഉണ്ടാക്കിയാലുണ്ട്. ഇതും കഴിക്കാം. കഴിച്ചിട്ട് വരാം. ഇവിടെ ബൈ പറഞ്ഞിട്ട് പോകാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ എന്താണ് നമ്മുടെ ബൈ ബിരാണ് നമ്മൾ 2 ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നത്. താങ്ക് യു ബൈ. ചലോ ഓക്കെ ബൈ. ദീദി കിതറേ? ആ दीदी किधर ही है? ओके बाय. थैंक यू. ये आपका फूड अच्छा है पूरा. ये थैंक यू. हाँ ഞങ്ങളിവിടെയൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ പോവാണ്. നേരെ മോളിക്ക് പോകണം. എന്നിട്ട് നമ്മൾ ഈ സാധനത്തുനിന്ന് ഇത് വെച്ചിട്ട് വീഡിയോ എടുക്കണം. അതാണ് പരിപാടി. മോളിലേക്ക് വേണം. साइकिल सामने को तो छोटा आई भी हैं? हाँ निकालने के अभी आएगा ये. हाँ ബുദ്ധരൊന്നും കാണാനില്ല കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ നേരെ ഇറങ്ങാൻ പോകണമായിട്ട് പരിപാടി കഴിഞ്ഞു. ഓക്കെ വയ്ക്കണോ കയറി വന്നപ്പോൾ അപ്പോൾ സെറ്റാണ് കാര്യങ്ങൾ. 2 ദിവസത്തിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നേരെ അടിക്ക് പോകണം. ഡേഞ്ചർ ഇറക്കണം. ടെൻത്ത് ഉണ്ടാവുന്ന ഒരു പിടുത്തല്ലേക്ക് മനസ്സിലായി. അമ്മാതിരി ഇറക്കാണ്. അപ്പോൾ ഞാനിവിടെ ഇതൊന്നും വയ്ക്കാൻ പറ്റുന്നില്ല. നോക്കട്ടെ വയ്ക്കാൻ പറ്റിയ വീഡിയോ കിട്ടും. ശരി ബൈ. യാത്ര തുടങ്ങിയിട്ട് മക്കളെ എന്താവും എന്നൊക്കെ കണ്ടറിയാം. നല്ല സീനിറക്കാണ്. നല്ല ചില്ലറ ഇറക്കൊന്നല്ല കേട്ടോ. ബ്രേക്കൊക്കെ ഇല്ലേ? ബ്രേക്കൊക്കെ ഉണ്ട്. രണ്ടിലത്തെ ബെയറിങ് പോയായിരുന്നു. അതിൻ്റെ ചെറിയൊരു സീനുണ്ട്. ചെറിയ സീനില്ല, നല്ല സീനാണ്. റംസി ഞാൻ പറഞ്ഞു കുറയ്ക്കലടാ. അങ്ങനെ മക്കളെ ഇറക്കം തുടങ്ങി. ഇന്ത്യയിൽ ഇറക്കം തുടങ്ങി. ഇവരോടൊക്കെ ഒരു ഹായ് പറഞ്ഞിട്ട് പോവാം. ചായക്കാൻ തന്നെ നടന്നത്. ആ ये दूसरे भाई किधर है? ओए ओए ओके बाय. हाँ बाय. भाई मैं क्या करूँगा? സീനോ ഞാൻ നോക്കട്ടെ. ക്യാമറ ഒന്ന് കയറ്റി വയ്ക്കാം. ഏത് വണ്ടി എടുക്കാൻ ആ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പറയണ്ട. പിന്നെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പണി പാടും വെള്ളത്തിൽ കിട്ടുള്ളൂ. ഇത് റോഡ് മോശവും അതിൻ്റെ ഒപ്പം തന്നെ നല്ല കോടി. എന്തിട്ട് ക്ലൈമറ്റ് നോക്കിയാലേ. അയ്യോ ബാഗ് ഊരിപ്പോയി. ഇങ്ങനത്തെയൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. ഇത് 2 അവിടെ ഞാത്തിടാം. അല്ലെങ്കിൽ എടുത്ത പണി ഇറങ്ങാൻ പെട്ടെന്ന് ഇറങ്ങി കിട്ടും. അതിന് പ്രശ്നമില്ല. ഈ റോഡും കൂടി നല്ല വെച്ചാല് ഇതൊന്നും പിന്നെയും കുഴപ്പമില്ല. ഇത് റോഡ് മോശമായിരുന്നു ഇങ്ങനെ പോവാ. ഇത് കഴിഞ്ഞിട്ടുള്ള റോഡ് സീനി കുറച്ച് നല്ല റോഡ് വരും. അയ്യോ ഒന്നും പറയണ്ട മക്കളെ. ഇനി ഇവിടുന്ന് നേരെ നംചി പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. തൽക്കാലം നമ്മളത് അവിടെ നംചിയിൽ വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ നംചി ക്യാൻസലാക്കിയിട്ട് ജോർദാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. ആ വഴി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സിക്കിമിൽ നിന്ന് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർജിലിംഗ് കൂടിയിട്ട് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡായിട്ട്. അപ്പോൾ ഈ ഡാർജിലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ കുന്നാന്ന് പറഞ്ഞേ. സത്യം പറഞ്ഞാൽ ഞാൻ വിട്ടു. അതാണ് സംഭവം. മരണക്കളി കളിച്ച് ഓരോന്നും ചെയ്തിട്ടിട്ട് അവസാനം ഇന്നത്തെ ഒരു സാധനം കിട്ടുമ്പോൾ പൊന്നു നോക്കിയില്ല. കൊക്കയാട്ടാ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിന് സ്ലോപ്പായിട്ടൊന്നുമില്ല, നേരിട്ടൊരു കൊക്കയാണ്. അവിടെ നിന്ന് വരുന്ന ടൈമാണ് ക്ലാസ് കഴിഞ്ഞിട്ടാണ്. സൈക്കിൾ ആദ്യം കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യണം. അതാണ് മെയിൻ ലക്ഷ്യം. 2 സൈഡ് റേഞ്ചൊന്നും ഇല്ലാത്ത കട്ട പോസ്റ്റ് ആയിരുന്നു കൂടെ. ശരിക്കും പറഞ്ഞാൽ ഫോണോ ഇല്ലെങ്കിൽ ആദ്യം രസാട്ടാ. ഒരു തേങ്ങ അറിയണ്ടല്ലോ.
ബ്രേക്ക് പിടിക്കുമ്പോൾ വരുന്ന സൗണ്ട് കേട്ടാ. ലോഡ് കൂടിയിട്ട് നോക്കി ഇറക്കാം. അതിൻ്റെ ഒരു ഇറക്കങ്ങളാണ് നോക്കി. ഈ ഇറക്കത്തെ കൂടെ പട്ടീരെ പോലെ തള്ളിയിട്ട് കയറ്റിയാണ്ട. വീഡിയോ എടുത്തിട്ട് പോയതില്ലേ, വീഡിയോ ഒന്നും എടുക്കാൻ കിട്ടില്ലല്ലോ. കഴിഞ്ഞ് ഇതൊക്കെ ഓർമ്മിക്കാൻ കിട്ടിയ സാധനങ്ങളാണ്. കുട്ടനുള്ള ആൾക്കാരായിരുന്നു ഭയങ്കര ഡേഞ്ചർ അത്. കണ്ട അവിടെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പൊട്ടിയിട്ട് ചാടി പോകാനുള്ള സ്ഥലത്തേക്ക് മാത്രം കല്ലില്ല അവിടെ. കണ്ടില്ലേ, ബ്രേക്കാണ് പോയി കഴിഞ്ഞ് പോയതാ. നോക്കി കണ്ടോ, നേരെ ഒറ്റ ചാട്ടയിലേക്ക്. നല്ലത് കഴിഞ്ഞിട്ടില്ല ചേട്ടാ, ഇത് ഫുള്ള് ഇങ്ങനത്തെയാണ്. എത്ര മണിക്കൂർ എടുത്തിട്ട് കയറ്റുമെന്ന് അറിയും. ഇത് സുഖമായിട്ട് അറിയും പോണേ. എന്നാലും എനിക്ക് ബ്രേക്കിൻ്റെ കാര്യത്തിലൊന്നും വലിയ വിശ്വാസമില്ല. ഫ്രണ്ടിലത്തെ വീടിൻ്റെ അലൈൻമെൻ്റ് ഇല്ല, ബെയറിങ് പൊട്ടിയിരുന്നുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ കൂടുതലായിട്ട് വരണേ. കണ്ടോ, അത് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് റൈറ്റിലേക്ക് ആക്കുമ്പോൾ കണ്ടോ കൂടുതൽ വരും. നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചും കണ്ടിട്ടും പോയില്ലെങ്കിൽ ഇതൊക്കെ പണി കിട്ടും. അയ്യോ അയ്യോ അയ്യോ, ഇവിടേക്ക് വരുന്ന ഒരു ആൾക്കാർ ഈ ബോംബെ ഹൈദരാബാദ് ആ റൂട്ടിൽ നിന്ന് കേട്ടോ. നമ്മുടെ അടിയിൽ നിന്നുള്ള ആൾക്കാരെ കൂടുതൽ വരണം, മുകളിൽ നിന്നുള്ളവരൊന്നും അങ്ങനെ വരുന്നില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ 2 ദിവസം വന്നതിൽ ഞാൻ കുറേ ആൾക്കാർ പരിചയപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ഞാൻ വെറുതെ പോയിട്ട് അവരോട് സംസാരിക്കും ഇവിടെ നിന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർ ഒരു ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദിൽ നിന്ന് കണ്ട ആൾക്കാർ ഉണ്ട് തുടങ്ങി. നമുക്ക് നേരത്തെ ഇറങ്ങിയ വഴി ചെറുതായിട്ടും തെറ്റി 2 കിലോമീറ്റർ അടിക്ക് ഇറങ്ങേണ്ടി വന്നു. എന്നിട്ട് തിരിച്ചു വന്നു. ഇനി ഇവിടുന്ന് 51 കിലോമീറ്റർ അറക്കാന്ന് പറഞ്ഞത്. അതെങ്ങനെയാന്ന് കണ്ടറിയേണ്ടി വരും. പക്ഷെ ഇത് വേറെ വഴിയാണല്ലോ, ഞാൻ വന്ന വഴിയല്ല കൊണ്ടത്. അയ്യോ അമ്മോ, ചവിട്ടി കയറ്റിപ്പോയി വയ്യാണ്ടായി. ഞാൻ അവിടുന്ന് വരുമ്പോൾ എന്നിട്ട് ഇറക്കാറുന്നു. ഇതിപ്പോൾ കയറ്റമില്ല, വഴി മാറിയിട്ടുള്ളതുകൊണ്ട് ഞാൻ കയറി വന്ന് വളഞ്ഞിട്ടാണെന്നുള്ളതുകൊണ്ട് അയ്യാ കള അയ്യാ അയ്യാ നല്ല ചവിട്ടാൻ നോക്കാം. ഇത് ടൈറ്റുള്ള കാരണം ഏറ്റവും കൂടുതലോ. എൻ്റെ പൊന്നോ എന്ത് ടൈറ്റത്. അമ്മമ്മോ, ആനെ ചവിട്ടണ പോലെ ഇല്ലത്, നീങ്ങണില്ലത്. ഹായ്, നീങ്ങ വണ്ടിയത്. ഞാൻ പോയ വഴി തെറ്റിയതാണോ, ഞാൻ വഴി മറന്നു പോയതാണെന്നുള്ള ഒന്നും മനസ്സിലാവും എനിക്ക്. അയ്യോ, ആ ശരിയാ, ഈ വഴി തന്നെയാ. ഇത് നല്ല വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പറക്കാനുള്ള സാധനം ചിറകിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടെന്നുള്ളത്. അതന്നെ മക്കളെ, വെറുതെ പ്രാവശ്യം 2 കിലോമീറ്റർ വളഞ്ഞു പോയി. കിട്ടാൻ വെച്ചിട്ടുള്ളതാ, നോക്കാണ്ട് പോകുമ്പോൾ ആലോചിക്കണം. ഇതൊന്നും ഇനി ഓപ്പണാകും പോണതാണുണ്ട്. ഇതാണ് മറ്റേ ഇത് പറഞ്ഞത് കിളികളുടെ. ഇതൊക്കെ കയറി നോക്കി നോക്കുക എത്ര ടിക്കറ്റിനാണോ ചാർജ് ചെയ്തതെന്ന് അറിയാത്ത. ഇവിടുന്ന് കയറിയിട്ട് എന്താ അവസ്ഥ നമ്മൾ നോക്കിയാൽ. इधर कितना टिकट का कितना 10 रुपया है? 100 रुपया
पर हेड बर्ड पार्क देखने के लिए 100 100 मतलब 100 रुपया। ये अंदर देखने के क्या जू है? हाँ बर्ड पार्क है, हैं? चिड़िया का घर है। चिड़िया का गार्ड है। हाँ और पैलेस भी है, रूइन पैलेस राबदेंची, हाँ एंशिएंट कैपिटल ऑफ सिक्किम, हैं? एंशिएंट कैपिटल ऑफ सिक्किम। सिक्किम। हाँ। सेकंड कितना टाइम लगेगा देखने का? देखने का जल्दी जल्दी किया तो 1-1.5 घंटा लगेगा। 1.5 घंटा 1.5 इतना टाइम लगेगा। पास ही में है जू तो, राबदेंची थोड़ा दूर है। हैं? राबदेंची थोड़ा दूर है, हाँ। बर्ड पार्क तो पास ही में है। ये बेड का मतलब देखने का कितना है? देखने का 100 रुपया लगेगा बर्ड पार्क का। हाँ बोट पार्क है। हाँ। അങ്ങനെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് 100 രൂപ കേട്ടാ. കണ്ടില്ലേ അതാണ് ടിക്കറ്റ്. എന്തായാലും ഉള്ളിൽ കയറാം. തിരക്കായി തുടങ്ങി. നമ്മളെവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തിരക്കാവും. സിഡിക്യൂ തുൾക്കു ബേർഡ് പാർക്ക് എന്തൊക്കെ ഇരിക്കുള്ള അല്ലേ, വായിക്കാൻ കിട്ടുന്നില്ലേ. അവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. വന്നാൽ നോക്കി നോക്കാം. കിട്ടോ वॉशरूम जाना है? ഇതൊക്കെ ഇവിടെ ഞാൻ ഇവിടെ 2 ദിവസം പിന്നെ കുറേ കിളികളൊക്കെ ഞാൻ കണ്ടു കേട്ടോ. ഇപ്പോൾ ഏതൊക്കെ കരടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ പറഞ്ഞ പോലെ. അല്ല ഇങ്ങനത്തെ വലിയ സാധനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, ചെറുതിനെ കണ്ടേ. ഇത് വെറുതെ ഒരു കാട് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചല്ലോ കേട്ടോ. കുറേ മുട്ടയൊക്കെ ഉണ്ടല്ലോ. ഇതിൽ കിളികളൊന്നും ഇല്ലേ. 8 കാലികൾ കുറേ എണ്ണത്തിനുണ്ട്. കുറേ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആ ഈ കിളിയിരുന്നത് പോലെയൊക്കെ മറ്റേ കാഴ്ചകളെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരത്തെ അവിടെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, വേറൊന്നുമില്ല. കിളിക്കുട്ടികളൊന്നുമില്ല അവരെ. ഓ ഇതിൻ്റെ കളർ നോക്കി എത്ര 5 കളറാണ്. ജാതി കളറുണ്ട് ഇതിൻ്റെ. ഇവിടെ എന്താ പുലീനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇതിലൊന്നുമില്ലേ. ആ മുകളിലൊക്കെ ഉണ്ട് പന്തല്. ആ ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. ബേർഡ് പാർക്ക് എന്നാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങോട്ട് പോയേക്കാം. അതിൻ്റെ തന്നെ ഈ മണ്ണാലത് കാല് തന്നോണം. ഈ കിളി ഞാൻ കണ്ടു, ഇതിനെയും കണ്ടു. ഈ 2 തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ കണ്ടത് തൊപ്പി പകുതി ഇല്ലാത്ത പോലെ സാധനം. ഇതൊക്കെ നമ്മുടെ അവിടെ കാഴ്ചകളതിലുള്ളതാണല്ലോ. നോക്കിയാൽ അതെന്താ അവസ്ഥ എന്നുള്ളത്. ലേക്ക് വ്യൂ ആണ്. ഇതാണ് ലേക്ക് വ്യൂ എന്ന് പറഞ്ഞേ. കൊള്ളാം ലേക്ക് വ്യൂ, നന്നായിട്ടുണ്ട് ലേക്ക് വ്യൂ. അമ്പോ ഇതൊക്കെ പടപ്പനായിട്ട് കേട്ടോ. ഉള്ളിക്കോടെ പോണ വഴി നേച്ചുറൽ വാക്ക്. ഓക്കെ നേച്ചുറൽ വാക്ക് ആവാം നമുക്ക് കുറച്ച് നേരം. ഈ ചെടിയൊക്കെ ഇല്ലേ, ഇതൊക്കെ ആണെങ്കിൽ ഇവിടെ അവിടെ ഇവിടെയൊക്കെ കാണാമെങ്കിൽ കണ്ടോ. എന്ന് പറഞ്ഞാൽ പുറത്തും റോട്ടിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറേ ഉണ്ട്. ഇത് അമ്പോ കാടിൻ്റെ ഉള്ളിൽ കുറേ ഇത് പഠിച്ചു. ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു വ്യൂ. കണ്ടില്ലേ അവിടെ അതിൻ്റെ ബോർഡ് വലുതാക്കി എഴുതിയിട്ടുണ്ട്. അടിയിലൊക്കെ നല്ല രസം ഇട്ടിട്ട് കാണാൻ. കിടപ്പാട് സാധനം ഉണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടിയിലെത്തിയിട്ട് കാണാം. ഇനി നേരെ അവിടെ നിന്നാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. നമുക്ക് അതിന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാം. അതിനുള്ളിൽ കയറിയിട്ട് എന്താ അവസ്ഥ നോക്കാം. കിളികളെല്ലാം കാണാൻ പറ്റുന്ന നോക്കാം. അതിൻ്റെ കിളിയൊന്നും ഇല്ലല്ലോ. ഇതിലൊന്നുമില്ലല്ലോ. കൊടുക്കാം. ഇവിടെ ആളെ കളിയാക്കണ പരിപാടി കേട്ടോ. അമ്പോ അടിയിൽ തത്തകള് കുറേ. ആ ഇത് പടക്കണല്ലോ. ഇവിടെ കണ്ടിട്ട് കിളികള്. എന്നാ കിളികളൊക്കെ ഉണ്ട്. ആ ഇതിൽ കുറേ കിളികളുണ്ടല്ലേ. ഇതെപ്പോഴാണ് കാണണേട്ടാ. പിഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
കിളികൾ ടച്ച് ചെയ്ത് പുറത്തേക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ചായ തന്നെ കിളികൾ തൊട്ടൊക്കെ ചെയ്യണം. ഇതിൻ്റെ മുകളിൽ കുറേ ഇരിക്കും. നമുക്ക് നേരെ അടിക്കാൻ ഇറങ്ങാം. കുറേ നേരം സമയം കളഞ്ഞിട്ട് കാര്യമില്ല നമുക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ട് ഇവിടെ കുറേ മുയലുകളൊക്കെ ഉണ്ട് കേട്ടോ. ആണ് വന്നിട്ടേക്ക് പറയണത് മനസ്സിലാവുന്നില്ല. കാടക്കോഴിനെ കുറഞ്ഞിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ പൊട്ടന്മാര് കുറെ കൂടുകളൊക്കെ ഉണ്ട്. കണ്ട അവിടെ മറ്റേ മഞ്ഞ കളറുള്ള കിളീനൊക്കെ കണ്ട അതിനൊക്കെ സൈൻഡ്. ഇവിടെ കുറെ സാധനം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതിന് നേരത്തെ അവിടെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. വേറൊന്നുമില്ല. കിളിക്കുട്ടികളൊന്നുമില്ല അവരെ. ഇതിൻ്റെ കളർ നോക്കി എത്ര 5 കളറാ. ജാതി കളറായിട്ടില്ല ഇതിൻ്റെ. ഇവിടെ എന്താ പുലീനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇതിലൊന്നുമില്ലേ? ആ മുകളിലൊക്കെ ഉണ്ട് പന്തല്. ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക തന്നെ. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വേറെ ബ്രിഡ്ജുണ്ട്. വേറെ ബ്രിഡ്ജ് ഇതാണ്ട് ഇവിടുത്തെ മെയിൻ സാധനം. എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുക പരിപാടികൾ തന്നെ. അങ്ങനെയാണ് പരിപാടികൾ മക്കളെ. ഇതാ അവിടുന്ന് വേറെ എന്തൊരു പാലസ് നോക്കി പറഞ്ഞു. അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞ കാട് നോക്കി രസമില്ലാട്ടാ. ജാതി കാടാതിൻ്റെ കണ്ടല്ലേ. പോണ വഴി നോക്കി കാണുമ്പോൾ പേടിയുണ്ട് കേട്ടോ. ജാതി സീന് വഴി നോക്കി കൂടെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ. അയ്യോ ഭയങ്കര സീനായിട്ട് കാണുമ്പോൾ. വഴിയൊക്കെ കണ്ട് കഴിഞ്ഞാൽ പേടിയാവുണ്ട് കേട്ടോ. നമുക്ക് ഇതിനെ പോയി അവർ രണ്ടാൾക്കാർ അതിൽ കൂടെ പോയിട്ടുണ്ട്. ഞാനിതിൽ കൂടെ പോവാം. എന്താ സംഭവം നോക്കണല്ലോ ഇവിടെ. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നോക്കി നോക്കാം. എന്തോ ബഹത്തിലെമ്പായെന്നൊക്കെ പറയുന്നുണ്ട്. കാടിനുള്ളിൽ കൂടെ നാച്ചുറലായിട്ടുള്ള വഴിയാട്ടത്. കുറച്ചധികം ഉണ്ടെന്നുകൊണ്ട് നോക്കാം. എന്തായാലും 100 ഉറുപ്പിക എടുത്ത് കയറിയതല്ലേ. എന്തൊരു പാലസൊക്കെ ഉണ്ട് പറഞ്ഞു അതിൻ്റെ മുകളിൽ. നമുക്ക് നടന്നു കയറാൻ നോക്കാം. വെള്ളം കുപ്പി എടുത്ത് കൈ പിടിക്കാറുന്നു. നമുക്ക് ഏറ്റവും വലിയ കിട്ടിയ പണി. ഇവർ ബൗത്തിലെമ്പാന്നൊക്കെ പറഞ്ഞത് ഉണ്ട് അല്ലേ. അയ്യോ നമുക്ക് ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആ സാധനം ഉള്ളിൽ നിന്ന് വരണം. അവിടെ എന്താണെന്നുള്ളത് അറിയണം വേണ്ടിയിട്ട്. ടിക്കറ്റ് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാണണ്ടാവും നോക്കിയാലോ അറിയുള്ളൂ.
നൈസ് വഴിയായിട്ട് എന്തായാലും കാണാൻ മാത്രമുള്ള വഴിയുണ്ട്. അതിലൊക്കെ ആൾക്കാർ നോളിയിൽ മണ്ടന്മാരെ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് പോവാ. കല്ലപ്പത്തേക്ക് വെച്ചുള്ള നോക്കി രസമുണ്ട്. ഫുള്ള് കാടാട്ടത്, ഫുൾ കാട്. ഇതാണ് നേരത്തെ ഉണ്ടല്ലോ ലേക്ക് എന്ന് പറഞ്ഞ വരി. അയ്യാറായാണ് അത് ജാതി വൈബുണ്ടിട്ട്. പക്ഷേ ചീവിടിൻ്റെ സൗണ്ട് മാത്രം പിന്നെ എൻ്റെ സൗണ്ടും. ഫുള്ള് ചീവിടിൻ്റെ കരച്ചിൽ മാത്രം എന്തെങ്കിലൊക്കെ ഓടിയില്ലേ. കരടിയൊക്കെ വരും എന്നുള്ളതാണ് പേടി. ഇവർ വീണ്ടും ഇവിടേക്ക് വന്ന് മുട്ടിയില്ലോ. ഇവരെൻ്റെ മുന്നിൽ അപ്രതീക്ഷിതമായി വന്ന് കിട്ടു. ഇവരപ്പുറത്ത് വഴി വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വേറെ വഴി വന്നേ. പോകുമ്പോൾ നമുക്ക് ഈ വഴി ഇറങ്ങി നോക്കാം. ഇനി ഇതാണ്ട് പാലസ് എന്ന് പറഞ്ഞത്. പണ്ടത്തെ ഒരു പാലസാണെന്ന് പറഞ്ഞത്. കണ്ടോക്കാം. പക്ഷേ ടിക്കറ്റ് പോകാനാണ് ശരിയാവില്ലേ. കുറേ കട്ടയൊക്കെ പറയുന്നത്. എന്തൊക്കെയോ കുറേ ഇരിക്കുന്ന ഇവിടെ ആൾ കയറിയിട്ടില്ലോ. വേറെ വഴിയുണ്ട് ഇതിലേക്കപ്പോൾ കയറി വരാൻ വേറെ വഴിയുണ്ട് തോന്നിട്ട്. അപ്പോൾ എൻ്റെ വിളിക്ക് നമ്മുടെ സമയം എത്രയും വൈകുന്നേരം നമ്മൾക്ക് അടിക്ക് എത്തുന്നതാണെങ്കിൽ 11:30. 12:30 1 മണി നമ്മളിങ്ങനെ ഇവിടെ നടക്കണം കണ്ടിട്ട്. ഇങ്ങോട്ട് ശരിയാവില്ല. അയ്യോ, അഡ്വാൻസ് ക്യാപിറ്റൽ ചെക്ക് പറയാൻ പോലും വയ്യ. അയ്യോ, അത് കിടപ്പണില്ലോ. സെക്യൂരിറ്റി അവിടെ കണ്ടല്ലോ ഇവിടെ കുറേ. അയ്യോ, ടോയ്ലറ്റ് ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഉണ്ട്, ഭാഗ്യമുണ്ട്. അതിലേക്ക് കയറാം. അയ്യാട്ടാ കത്തിച്ചു.
ഒരു കല്ലുമ്മ ബുദ്ധരെ കൊത്തിച്ചിട്ടുണ്ടല്ലോ. അയ്യ അമ്പോ പെടപ്പം ഈ വട്ട ബാക്കിന്നൊക്കെ. നമുക്ക് അവിടേക്ക് പോയി നോക്കിയോക്കാം. Palace of Worship and the Palace area. ഇത് പണി തീരാത്ത പാലസാണ് കിട്ടത്. എന്നിട്ട് അവർ സെറ്റാക്കി നിർത്തിയിട്ടുള്ളതുകൊണ്ട് ഇത്ര കാലം മുന്നിൽ എത്ര 1900 എത്ര ഉണ്ട് 18 നടന്ന് മറന്നത് നോക്കിയത്. അമ്മമ്മോ എന്തിട്ട് വ്യൂ നോക്കി. വന്നത് മുതലാവും ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോളാ. കാറ്റുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും നോക്കിയോ എങ്ങനെയെങ്കിലും. അവിടെ ഒന്നുമില്ല. ഇതിൻ്റെ മുകളിൽ കയറാൻ ചവിട്ടുപടി ഉണ്ടാ. ഒരു ചവിട്ടുപടി നല്ല. ഇതിൻ്റെ മുകളിൽ കയറൽ നടക്കില്ല. അപ്പോൾ പുറത്തെന്താന്ന് നോക്കാം. ഇതിലൊന്നുമില്ല. ഇത് റൂം പോലെ. അവിടെ ആ മലര മുകളിൽ എന്തൊരു സാധനം. ബൈ ये क्या है उधर? സ്കൈ വാക്ക്. ആ സ്കൈ വാക്കിൻ്റെ അവിടെ നമ്മൾ വന്നേ. അതുകൂടെ ഇങ്ങനെ കാണാമല്ലേ. സ്കൈ വാക്ക് നമ്മൾ ഇന്നലെ പോയി കേട്ടോ. 2 ദിവസം ഒന്നുമില്ല. അതാണ് കാണുന്നത്. भाई ये इसका ये पैलेस है. कौन सा पैलेस है? राबिश. क्या? राबेंसी. हाँ. ये कितना साल का पहले है ये बहुत साल पहले. हाँ. 1914 का होगा शायद. हाँ 1914 का. आपका नाम क्या है? संतबीर. संतबीर. मेरा नाम रजित है. मैं केरला से आया. केरला से. साइकिल पे. ऑल इंडिया साइकिल ट्रैवलिंग है. इधर दूसरा देखने का क्या है? ये वाला है. ये वाला है सब इधर उधर. हाँ उसका ऊपर देखने का नहीं ऊपर तो अलर्ट नहीं है. अलाउड नहीं है. हाँ വണ്ടി അത്രയും പഴക്കമുള്ള സാധനങ്ങളൊക്കെ എടുക്കണേ. എന്നിട്ട് ഇവിടെ അങ്ങനെ നമ്മൾ പാലസ് കണ്ടു കഴിഞ്ഞ് ഇനി പാലസ് നേരെ ഇറങ്ങിയിട്ട് വേഗം പോവുകയാണെങ്കിൽ അടിയിലേക്ക് എത്തിയിട്ട് കാണാട്ടോ ബാക്കി പരിപാടികൾ. വീണ്ടും കാട്ടിനുള്ളിൽ കൊണ്ട് നടന്നു പോകണം. അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. ഇനി ഇങ്ങനെ പരിപാടി ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. വെള്ളം വേണ്ട. ഞാൻ നേരെ ആദ്യം കൊണ്ട് എത്താനുള്ള പരിപാടി നോക്കാം. നമ്മൾ വന്ന അതിൻ്റെ ഓപ്പോസിറ്റ് വഴി തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ പോകാൻ വഴിയാ. हाँ बाय रोड. हाँ ऑल इंडिया ट्रैवलिंग है. हाय बाय रोड केरला से ट्रैवल करें. साइकिल. हाँ ओके. ये 17th स्टेट है. ओ 17 स्टेट. हाँ 8 महीने हो गया. खाना पीना रेंट टेंट वगैरह बाहर लगा के. हाँ ये गाना पूरा आदमी हेल्प करेगा.
8 महीने हो गए, पूरा खत्म हो गया. हाँ. ओके भाई, आप किधर से? हाँ ओके. हाँ റോഡ് കുറച്ച് ഭാഗം മോശമായിട്ടുള്ളത്. ഓ ഈ റോഡൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് കയറ്റി വന്നാ. ഓ ഞാനും കിട്ടി കയറി വരുമ്പോൾ ഇവിടെയൊക്കെ മഴയായിരുന്നു. ആ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെയൊക്കെ മഴയത്ത് നനങ്ങി കുഞ്ഞി ചവിട്ടി വന്നായിരുന്നേ. മഴ പെയ്യുണ്ടായിരുന്നത് ലൈറ്റ് ആയിട്ടില്ല, പക്ഷേ റോഡ് മൊത്തം യാതൊരു നടന്നത്. ഇപ്പോൾ വെയിലായില്ല ഇവിടെ. നേരത്തെ പോലെ വഴി തന്നെ എടുത്തു. അതാണ് അടുത്ത പണി. നമ്മളെ ഇത്ര കഷ്ടപ്പെട്ടിട്ട് മോളിക്ക് എത്തി എൻ്റെ സുഖം ഉണ്ടല്ലോ. ഇറങ്ങി വരുമ്പോൾ ഇറങ്ങി. ഹായ്. केरला. हाँ 1 मिनट में उधर आएगा. Riding from Kerala. केरला. हाँ. Which place in Kerala? तृश्शूर. Okay. हाँ. We have been to LAP. हाँ आलपी. Yeah, हाँ ओके. last year. ओके. हाय. Lovely place. हाँ ओके बाय. Yeah, bye bye. Where you are going now? Now Jordan. Okay. Ah. Okay. ओके Yeah, बाय. bye bye. Safe journey. ओके थैंक यू. ടേൺ ലെഫ്റ്റ്. ഈ പെണ്ണ അവിടേക്ക് ടേൺ ലെഫ്റ്റ് എന്നൊക്കെ പറയണേ. മിണ്ടാണ്ടിരി പെണ്ണ അവിടെ. ഹായ്. ഇവിടെ അല്ല വണ്ടി മറിഞ്ഞിരുന്നേ. ആ ഇവിടെ ആട്ട വണ്ടി മറിഞ്ഞ്. അതന്നെയല്ലത്, അതല്ലേ ഇത്, അതല്ല ആവുന്നുണ്ട്. അതിഞ്ഞും പോകണം തോന്നുന്നുണ്ട്. ഓ എന്ത് പെട്ടെന്ന് കിലോമീറ്ററൊക്കെ പോകണമെന്ന് വെച്ചിട്ടാ. 38 കിലോമീറ്ററായി. 3 കിലോമീറ്ററൊക്കെ കർണാടക നോക്കുമ്പോഴേക്ക് എത്തുക. ബായി വന്നിട്ട് ഫോട്ടോ എടുക്കാൻ. ആ ഫോട്ടോ എടുക്കാൻ വന്നാൽ മതി. ഫോട്ടോ എടുത്തോ. हाँ ओके. आपका नाम क्या है? मेरा नाम अभिषेक प्रधान. हाँ मेरा नाम रजित है. ओके. घर में शायद दादा आप हाँ कितना जगह कवर कर दीजिए दादा? ये 17th स्टेट है. 17th state. हाँ ये 8 महीने हो गया. आपका घर नीचे है? नहीं मेरा ऊपर भी ऊपर है. गाँव दिखा था ना. हाँ शटल प्लेयर है. प्लेयर है. नहीं बैडमिंटन. हाँ बैडमिंटन प्लेयर है. दोस्त का मैंने रैकेट हाँ टूट दिया था तो हाँ. वो रिटर्न करने जा रहा. अब एक सेल्फी नहीं गया. हाँ आपका इंस्टा सही है ना दादा? हाँ इनसे. ओके जानिए दादा. बाय. ओके.
ഒന്നാമത്തെ സ്റ്റേ പെട്രോൾ പമ്പിലാട്ടോ കണ്ടില്ലേ, പെട്രോൾ പമ്പിൽ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ 2-3 ഭായിമാരുടെ നടന്നു, അവരോട് കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്നോ ഓക്കെ സെറ്റാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിന്നു. ഇന്നലെ കാരണം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇന്നലെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആക്കണേ. സൈക്കിൾ കംപ്ലൈൻറ്റ് അതിൻ്റെ സൈക്കിൾ ഇനി റെഡിയാക്കാൻ അവിടെ അടുത്തൊരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞേ. ഇതാ ഈ ബായി ഇന്നലെ രാത്രി ഫുഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഈ ബായി അവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ബൈ ഹായ് 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 ആളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. ഇനിയിപ്പോൾ ഇന്നലെ രാത്രി ഫുഡ് ഈ ഹോട്ടലിൽ നിന്ന് വലിയൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ അതൊന്ന് സെറ്റായി. ഇന്നലെ പറഞ്ഞില്ലേ കറണ്ട് ഉണ്ടാകുന്നില്ല കേട്ടോ. ഇന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കണേ. ഇനി ഇന്നലെ അപ്പോൾ ശരി മക്കളെ, ഇനി നാളെ കാണാം.